ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യർ നേരിടുന്ന പരീക്ഷണങ്ങൾ അത് രണ്ട് നിലക്കാണ്. അതിനെപ്പറ്റിയാണ് ഞങ്ങൾ കുറച്ച് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, ശിക്ഷകൾ ഇത് മനുഷ്യർ ചെയ്യുന്ന തിന്മക്ക് പകരമായി വരും. ഒരു സമൂഹം തിന്മ ചെയ്യുന്നവരാണ്, ചിലപ്പോൾ അവരെ ഇവിടെ വെച്ച് അള്ള പിടികൂടും. അതൊരു മൊത്തത്തിൽ സമൂഹം എന്നൽക്ക് മാത്രമല്ല, ചില വ്യക്തികൾ തിന്മ ചെയ്താൽ ചിലപ്പോൾ ഇവിടെ തന്നെ പിടികൂടിയെന്ന് വരും. പിന്നെ ഖാറൂന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇനി അങ്ങനെയുള്ള ഭൗതിക ശിക്ഷയല്ല, അതിനേക്കാൾ വലിയ ശിക്ഷയാണ് ആന്തരികമായ ശിക്ഷ. അതാണ് അപകടമുള്ളത്. പലരും അറിയുന്നില്ല. തെറ്റ് ചെയ്ത് ജീവിച്ചിട്ടും ചിലർ പറയും എന്നെന്താ അള്ളാഹ് ശിക്ഷിക്കാത്തത്. അപ്പോൾ അതൊന്നും വലിയ കാര്യമില്ല. പക്ഷെ വാസ്തവത്തിൽ അവനെ നന്നായി ശിക്ഷിക്കുന്നുണ്ടാവും. ഒന്നവൻ്റെ ഹൃദയം കടുത്തു പോയിട്ടുണ്ടാവും, അതിന് വലിയ ശിക്ഷയാണ്. പിന്നെ അവന് നല്ല പ്രകാശം അതിനുള്ളിൽ കയറൂല. അത് നബി തിരുമേനി പറഞ്ഞ ആ വിഷയത്തിലുള്ള ഹദീസ് നമ്മൾ കേട്ടു. ഇതുപോലെ ആരാധനകൾ നല്ല രൂപത്തിൽ അവന് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ അവൻ അനുഭവിക്കുന്ന വലിയ ശിക്ഷയാണ്. അതുപോലെ ആരാധനകൾ ആസ്വാദനം, അതുപോലെ റബ്ബുമായുള്ള മുനാജാത്തിൽ ആസ്വാദനം കിട്ടാതിരിക്കുക, അങ്ങനെ പലതും നന്മകൾക്ക് തൗഫീഖ് കിട്ടാതിരിക്കുക, അതൊക്കെ ആന്തരികമായ ശിക്ഷയാണ്. അപ്പോൾ ശിക്ഷ അങ്ങനെ രണ്ട് തരമുണ്ട്. അപ്പോൾ റബ്ബിൻ്റെ പരീക്ഷണം, അവൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിസന്ധി അത് വരുന്നത് ഒന്നുകിൽ ശിക്ഷയായിട്ടാണ് വ്യക്തികൾക്കും സമൂഹത്തിനൊക്കെ. ഇനി രണ്ടാമത് പ്രതിസന്ധി വരുന്നതിന് നേരെ എതിരാണ്. വിഷയം പ്രതിസന്ധി തന്നെയാണ്, ശിക്ഷ എന്ന് തോന്നുന്ന രൂപത്തിലാണ്, പ്രയാസമാണ് വരുന്നത് റബ്ബിൻ്റെ അടുത്തുനിന്ന്. പക്ഷേ അത് റബ്ബിൻ്റെ അനുഗ്രഹമാണ്. അതാണ് രണ്ടാമത്തെ ദീന് നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണത്. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധി നേരിടുന്നവർ വലിയൊരു ഖൈറിലാണ് വാസ്തവത്തിൽ. പക്ഷേ ഖൈറ് കിട്ടണമെങ്കിൽ നിബന്ധന ഉണ്ട്. ഏതായാലും അതിനെപ്പറ്റി പറയുന്നൊരു വചനം പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ വലനബുലുവന്നക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാവരും ഈ പരീക്ഷണം കിട്ടാത്തവർ ആരും ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് എന്തായാലും കിട്ടും. ഒന്നുകിൽ മിനൽ ഖൗഫ്, ഒന്നുകിൽ ഭയം കൊണ്ട്, ഭയം ഇല്ലാത്തത്, അതുകൊണ്ട് അതൊരു പ്രതിസന്ധിയാണ് ശരിക്കും. അത് ചിലപ്പോൾ അത് ശിക്ഷയാവും, സത്യവിശ്വാസികൾക്ക് ചിലപ്പോൾ അത് അനുഗ്രഹമാവും. അതാണ് ഇവിടെ എണ്ണി പറയുന്നതൊക്കെ.
അപ്പോൾ ഭയം ഇതിലേതും എല്ലാവർക്കും ഒരു നിലക്കല്ല വേറെ നിലക്ക് ബാധിക്കുന്നതാണ്. ഒന്നുകിൽ കർഷകനാണെങ്കിൽ തൻ്റെ കൃഷി നഷ്ടപ്പെടുമോ, കൊടുങ്കാറ്റ് വരുന്നുണ്ട് അതൊക്കെ തകരുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ നല്ല മഴക്കാലത്ത് ഉരുൾപൊട്ടുന്ന മേഖലയിൽ താമസിക്കുന്നതെങ്കിൽ എപ്പോഴും എന്തും സംഭവിക്കാമെന്നുള്ള പേടി. അങ്ങനെ മേഖലയിലൊന്നും അല്ലെങ്കിലും നല്ല ഉച്ചത്തിൽ ഇങ്ങനെ ഇടിവെട്ടുകയാണെങ്കിൽ അതെന്നെ ബാധിക്കുമോ, അല്ലെങ്കിൽ PSCയിൽ ഒരാൾ അവന് എൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് അത് ഇനി വിളിക്കുമോ, കാലാവധി കഴിയുമോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് മുൻഗണനാക്രമമൊക്കെ തെറ്റിച്ച് മുന്നേറി നമുക്ക് നഷ്ടപ്പെടുമോ. ഞാനൊരു മേഖല പറഞ്ഞുള്ളൂ, ഇതുപോലെ മേഖല തുറന്ന് കിടക്കുകയാണ്, പരന്ന് കിടക്കുകയാണ്. ഒന്നല്ലെങ്കിൽ വേറെന്ത വിഷയത്തിൽ പേടിക്കുന്നു. ഇതുപോലെല്ലാം ഇവിടെ പറഞ്ഞ പോലെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിമിനൽ അംവാൽ, ധനത്തിന്റെ കുറവ് കൊണ്ട്, വല്ലമു ശരീരത്തിന്റെ, അത് നമ്മുടെ അവയവങ്ങളൊക്കെ തന്നെ വല്ലതും പറ്റുക എന്തൊരു ബുദ്ധിമുട്ടാണ്. ഏതൊരു അവയവത്തിന് തന്നെ നഷ്ടം വന്ന പ്രശ്നമല്ലേ. നമ്മുടെ കണ്ണ് പോവുകയോ നമ്മുടെ പല്ല് പോവുകയോ അതൊക്കെ പേടിക്കുന്ന വിഷയങ്ങളാണ്. ഓരോ രൂപത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാലും പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭയം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ അത് കൂലിയാക്കി മാറ്റണം. അതാണ് ഇവിടെ ബഷീരി സോബിന്, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലേ നമുക്ക് രണ്ടും പോവുകയാണ്. അപ്പൊ നമുക്കിത് ഗുണമായി കിട്ടണ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ടാകും. അതിനോട് നമ്മുടെ വീക്ഷണം എന്തെന്നുള്ളതാണ് പ്രശ്നം. വീക്ഷണം തന്നാൽ ഇതെന്താ, ഇതല്ല തന്നതാണ്, ഇതെന്റെ ഗുണത്തിന് വേണ്ടിയാണ്, അപ്പൊ തന്നെ അവൻ സഹിക്കും. അപ്പോൾ രണ്ട് കൂലിയ കിട്ടുക. ഒന്നെന്തെന്നറിയോ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഹദീസ് പറയാം, ഒന്ന് രണ്ട് ഹദീസ് പറയാം. മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ഒരു ക്ഷീണം ബാധിക്കാത്തവല്ല ആരും ഉണ്ടാവും. കുറെ പണിയെടുത്താലും ക്ഷീണം ഉണ്ടാവും. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ഷീണം അനുഭവിക്കാത്തവരുണ്ടാവില്ല. അതുപോലെ വല വസബിൻ, വസബ് എന്ന് പറഞ്ഞ രോഗം, എന്തെങ്കിലും രോഗം ബാധിക്കാത്തവരും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നബി ഒക്കെ എണ്ണി പറയണം. വല ഹമ്മിൻ, ഹമ്മ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത, ടെൻഷൻ, എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ടെൻഷൻ അനുഭവിക്കാത്തവരുണ്ടാവും. അത് വിമാസ യൈത്തിഫിൽ മുസ്തഖ്ബിൽ, വരാനിരിക്കുന്നത് ഗുണകരാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. വലാ ഹസൻ, അതുപോലെ ദുഃഖം, അതെന്താ, മുമ്പെന്തോ സംഭവിച്ചു പോയതിനുള്ള ദുഃഖമാണ്, പ്രയാസമാണ് പറഞ്ഞത്. വല അതെന്നൊരു മൊത്തത് പറഞ്ഞു, എന്ത് ഉപദ്രവവും, ഒരാളെ ബാധിക്കുന്ന ഏത് ഉപദ്രവവും, ചെറുതായാലും വലുതാണെങ്കിലും. വല ഓമ്മിത്തെന്ന ശക്തമായ മനക്ലേശം. ഇതൊക്കെ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നറിയോ, ഇതുവഴി അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ എന്താ അവിടെ ചെയ്യുന്നത്, നമ്മെ ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ, ഹെത്തശൗക്ക്, അതിന്റെ അവസാന ഭാഗം അങ്ങനെയാ. ഒരു മുള്ളു തറച്ചാലും, ഒരു മുള്ളു തറച്ചു അല്ലേ, നാം നടന്നു പോകുമ്പോൾ കാലോട് വെച്ച് കുത്തി ഒരു വേദന ഉണ്ടാവില്ലേ. ഇതിനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അപ്പ കയറി വരേണ്ട ഒരു വിഷയമാണ്. എന്താണെന്നറിയോ, എന്റെ ജീവിതത്തിൽ എന്തൊരു തിന്മ വന്നിരുന്നു, അതില്ലായ്മ ചെയ്യാൻ അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അല്ലെ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് പരിഹരിക്കപ്പെടണം, അതിന് എനിക്ക് അള്ളാഹ് തന്ന ഒരു പരിഹാര വഴിയാണ് ഈ പരീക്ഷണം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കലുണ്ടോ, ചിന്തിക്കണം എന്നാണ്. ആ രൂപത്തിലാണ് ചിന്തിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, പരിശുദ്ധ ഖുർആനിലൊരു വചനം. എന്താ വചനം? മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞു. ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് നബിയോട് പറയണം. എന്താ പറയുന്നത്? യാ റസൂലല്ലാഹ്, നസലത്ത് ഖാസിമത്തുൽ ളുഹർ, ഖാസിമത്തുൽ ളുഹർ, അള്ളാഹുവിന്റെ ദൂതരെ മുതുകിനെ തകർക്കുന്ന വിഷയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ മുതുകിനെ തകർക്കുന്ന, ആകെ തകർക്കുന്ന ഒരു വിഷയമാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ ചോദിച്ചപ്പോ അദ്ദേഹം പറയണേ, അയ്യുന ലം യഅമൽ സൂഅ, നമ്മുടെ കൂട്ടത്തിൽ ഒരു തിന്മ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചെയ്താൽ യുജ്സ ബി, അതിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ
എങ്കിലും നമ്മൾ തകർന്നത് തന്നെ. വല്ല തിന്മയും ബാധിക്കാത്തവരുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. എന്താ മറുപടി എന്നറിയോ? യാ അബൂബക്കർ അലസ്ത തൻസിബ് അലസ്ത തൻസം, അബൂബക്കർ സിദ്ദീഖ് താങ്കൾക്ക് ക്ഷീണം ബാധിക്കലില്ലേ? എല്ലാവർക്കും ഉള്ള വിഷയമുള്ളത്. എത്ര ആരോഗ്യം ഉണ്ടാകും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷീണം എല്ലാവർക്കും ഉള്ളതാണ്. നിനക്ക് ക്ഷീണം ബാധിക്കലില്ലേ? അലസ്ത തഹ്സൻ, നീ ദുഃഖിക്കലില്ലേ? അലസ്ത യുസീബുക്കൽ അദ്വ, നിനക്ക് രോഗങ്ങൾ വരാറില്ലേ? ഫദാലികമ്മ തുജ്സൗന ബിഹി, അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അപ്പോൾ നമ്മളൊരു തിന്മ ചെയ്ത് അതിന് ശിക്ഷ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം എന്താണെന്നറിയോ? ആ ശിക്ഷയെ മറികടക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിൽപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞു, താങ്കൾക്ക് രോഗം ഉണ്ടാവില്ലേ? എങ്കിൽ നിങ്ങൾ ചെയ്ത തിന്മ ആ രോഗത്തോടുകൂടി മാഞ്ഞു പോയിരുന്നു. താങ്കൾക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തിന്മ അതോടെ പോയി. അതുപോലെ രോഗങ്ങൾ ബാധിക്കലില്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായി? സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധികളൊക്കെ അള്ളാഹ് ഒരു നിയമത്ത് എന്ന നിലക്കാണ് അവർ കൊടുക്കണമെന്നാണ്. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം. നമുക്ക് ഇങ്ങനെ ചിന്തിക്കണം. ഇതിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ രൂപത്തിൽ ഇതൊക്കെ തന്നെ പണ്ഡിതർന്ത് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരും ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറഞ്ഞു, അൽ മസായിബുൽ മുഅ്മിൻ, പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഫാറാത്തുൻ, അവന്റെ പാപങ്ങൾക്കുള്ള പരിഹാരങ്ങളും, വറഹ്മത്തുൻ, അള്ളാഹുവിന്റെ കാരുണ്യവുമാണ്. എന്നാ വഹിയലി വഴി അതേ ശിക്ഷ തന്നെ സത്യവിശ്വാസികൾക്ക് അല്ലാത്തവർക്കോ ഉഖൂബാത്തുൻ, അത് ശിക്ഷകളാണ്. ഒരേ കാര്യം അത് രണ്ട് കൂട്ടർക്കും രണ്ട് രൂപത്തിൽ. അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അൽ ബല, പ്രതിസന്ധികൾ, ദവാ ഉൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ മരുന്നാണ്. ആ പണ്ഡിതന്മാർ ചിന്തിക്കുന്ന രൂപമാണ്. മരുന്ന് എന്താ? മരുന്ന് നമ്മൾ ചെയ്ത തിന്മകളൊക്കെ രോഗങ്ങളാണ്, അതിന് മരുന്ന് വേണ്ടേ? അതിന് അള്ളാഹ് തന്ന മരുന്നാണ് നമുക്കുള്ള ഈ പരീക്ഷണങ്ങൾ. പക്ഷെ ആ മരുന്ന് ശരി കിട്ടണം. ആ തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കപ്പെടണമല്ലോ. അതിനെന്ത് വേണം? ക്ഷമ വേണം. അതാവണോ ബശ്ശിരി സ്വാബിരീൻ, അല്ല പരാതി പറയലല്ല. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? മറ്റവരൊക്കെ സുഖത്തിലാണല്ലോ ജീവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു, എന്ത് എന്റെ റബ്ബ് ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞു ഓനിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്, അവര് വിവരമില്ല. വാസ്തവത്തിൽ അള്ളാഹ് അവർക്കൊക്കെ അനുഗ്രഹം കൊടുത്തു. എനിക്ക് ഇങ്ങനെ തന്നെങ്കിൽ എന്നോട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നാണ് വിചാരിക്കണ്ടേ. കാരണം മോമിനാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം. ഇതിൻ്റെയൊക്കെ വിശദീകരണത്തിലല്ല വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞതെന്നറിയങ്ങൾ, അൽ മുസീബത്തു മിൻ ഫെയിലില്ല. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ അള്ളാഹ് ചെയ്യുന്നതാണ്, അള്ളാഹ് തരുന്നാണല്ലോ. എന്താ വസ്സബറു വസ്സഹത്ത്, ആ പരീക്ഷണങ്ങളെ നേരെ സഹിക്കുന്നവരുണ്ടാവും ഒരു കൂട്ടരും, വേറെ കൂട്ടർ വസ്സഹത്ത് കോപിക്കുന്നവരുണ്ടാവും. അതൊക്കെ മിൻ ഫെയിൽ അബ്ദി, അടിമയുടെ പ്രവർത്തനമാണ്. ഇത് ഏത് നമ്മൾ ചെയ്യണം? പരീക്ഷണം അള്ളാഹ് തരുന്നതാണ്. എന്നാൽ ആ സമയം സഹിക്കുക എന്ന പ്രവർത്തനം നമ്മുടേതാണ്. ആ പരീക്ഷണങ്ങൾക്ക് നേരെ അസംതൃപ്തി കാണിക്കുകയും പരാതിപ്പെടുകയും കോപിക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ പ്രവർത്തനമാണ്. അങ്ങനെ കോപിച്ചാലോ കുറ്റമാണ് കിട്ടുക എന്നാണ്. നമുക്ക് വേണ്ടി നല്ലൊരു നിയമത്തെ കിട്ടിയിട്ട് അതിനെതിരെ നമ്മൾ മോശമായി പ്രതികരിക്കുമ്പോൾ അതിന് കുറ്റമാണ് കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ ബശ്ശിരി സ്വാബിരീൻ, പരീക്ഷണങ്ങൾ പല രൂപം പറഞ്ഞിട്ട് അത് മുഴുവനും എല്ലാവരെയും ബാധിക്കും. എന്നാൽ അതിന്റെ നേരെ ക്ഷമ കൈക്കൊള്ളുന്നവർ, അവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുണ്ട്. വറഹ്മ, അവന്റെ റഹ്മത്തുമുണ്ട്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർവഴി സിദ്ധിച്ചവർ. ഒരാണ് ഈ ദീനിന്റെ ഉള്ളിലൂടെ പോയിട്ട് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ തിരിയണ ഓൽക്കാണ്. മറ്റൊരു മൊത്തത്തിൽ ഇങ്ങനെ ഉപരിപ്ലവമായി പഠിക്കാൻ തരില്ലേ. മതത്തെപ്പറ്റി അവിടെയും ഇവിടെ ഓരോ വക്ക് പഠിച്ചിട്ടുണ്ടാവും, എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ അങ്ങനെ സംസാരിക്കും. അതൊന്നുമല്ല, ഇതിനെപ്പറ്റിയുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആ ഭാഗമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്നാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇങ്ങനെയാണ്, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ, ഒരു കൂട്ടരെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇബ്തലാഹും, അവരെ അള്ളാഹ് പരീക്ഷിക്കും എന്നാണ്. ഒരു കൂട്ടരെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അവരെ പരീക്ഷിക്കും എന്നാണ്. അപ്പൊ എന്തായി? അവരുടെ സ്വർഗത്തിലെ പദവികൾ വർദ്ധിക്കും എന്നാണ് അതുവഴി പറയുന്നത്. കാരണം അവർക്ക് പരാതി ഉണ്ടാവില്ല, അവർക്കറിയാം അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് അസുഖമായി വീട്ടിലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടാവില്ലേ,
ചിലപ്പോൾ അവനെ അള്ള ഇഷ്ടപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന് അസുഖമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തിറങ്ങി വഴി ഫിത്തന ഉണ്ടാകാൻ വഴിയുണ്ട്, പല പ്രശ്നം ഉണ്ടാവും. ഒഴിച്ച് ഫിത്തനൊന്നും ഉണ്ടാകണ്ട, എനിക്ക് പറഞ്ഞു വീട്ടിൽ തന്നെ എന്നോ, ഇതൊക്കെ ഒരു ഗുണമായിരിക്കും. പല രൂപത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിയമത്ത് നൽകുന്നത്. അപ്പോൾ മൊത്തത്തിൽ പ്രത്യക്ഷത്തിൽ ശിക്ഷ എന്ന രൂപത്തിൽ കാണാവുന്നതാണ് രണ്ട് നൽകുക. പാപികൾക്ക് അതെന്തായി ശിക്ഷ തന്നെ. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവരുടെ പാപങ്ങൾക്കുള്ള പരിഹാരം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞൊരു വാചകം കൂടി എന്താ നിങ്ങൾ, ഫൽ മസായിബു നഫ്സുഹ മുകഫിറ, എന്തൊക്കെ ദുരിതം നമുക്ക് വന്നോ അത് തന്നെ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. പിന്നെ വബിസ്വബർ, പിന്നെ നമ്മൾ ക്ഷമിച്ചാലോ യുസാബു അലൈ, അതിന്റെ കൂലിയും കിട്ടും. അപ്പോൾ ഒന്നുകൊണ്ട് രണ്ട് കാര്യമാണ്. പരീക്ഷണങ്ങൾ അതുവഴി എന്താണ്, നമ്മുടെ പാപങ്ങൾ അള്ള ഇല്ലായ്മ ചെയ്യുകയാണ്. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ സഹിച്ചാലോ ആ സഹനത്തിന് നല്ല കൂലിയും കിട്ടും. മാത്രമല്ല സഹനത്തിന് വലിയ കൂലിയാണ്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ കൊടുക്കുന്നതാണ്. സാധാരണ കണക്ക് പറഞ്ഞിട്ടുണ്ട് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസികൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പിന്നെ അവർ എപ്പോഴും സമാധാനമായിരിക്കും, അവർക്ക് സ്വസ്ഥത തന്നെ ആയിരിക്കും, അവർക്ക് പിന്നെ പരാതിയൊന്നും ഉണ്ടാവില്ല, റബ്ബിനെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ല. മഹാനായ അയ്യൂബ് അലൈഹി സ്വലാമിന്റെ ഒരുപാട് കഥകളുണ്ട്, ഒന്നുകൂടി ഓർമ്മയാക്കി തന്നുള്ളൂ. അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ എന്താണ്? 18 വർഷമാണ് അദ്ദേഹത്തിന് അസുഖമായത്. അതുവഴി കുട്ടികളൊക്കെ അദ്ദേഹം നഷ്ടപ്പെട്ടു, മക്കളൊക്കെ മരിച്ചുപോയി എന്ന് പറയണം. അതുപോലെ അദ്ദേഹത്തിന് വലിയ കാലി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, സമ്പത്തൊക്കെ തകർന്നു പോയി എല്ലാം. പിന്നെ രോഗം 18 കൊല്ലം രോഗമുണ്ടായിട്ട് അള്ള എന്നെ എന്ത് ഇങ്ങനെ ചെയ്തൊന്നുമല്ല. അവസാനം 18 കൊല്ലമായപ്പോൾ ഈ ബലാന്നൊക്കെ നീങ്ങാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കണം എന്താ, അയ്യൂബ ഇതിനാദാ റബ്ബഹു, അയ്യൂബ് അലൈഹി സ്വലാം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. അന്നീ മസ്സനി അള്ളൂർ, അള്ളാഹു എനിക്ക് ളുറ് ബാധിച്ചിട്ടുണ്ട്, പ്രയാസമുണ്ട്, ഞാൻ നീക്കാൻ വേണ്ടി പറയാം. അൻത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ നീ. അപ്പൊ ഈ പ്രതിസന്ധിയൊക്കെ തന്നത്, എന്റെ മക്കൾ നഷ്ടപ്പെട്ടു, എന്റെ കാര്യസമ്പത്ത് പോയി, മറ്റുള്ള സമ്പത്ത് പോയി, അതുപോലെ രോഗമായി, ഇതൊക്കെ നീ എന്നോട് കാണിക്കുന്ന വലിയ കാരുണ്യമാണ്, നീ അർഹമുർ റാഹിമീനാണ്. എന്നിട്ട് അവസാനം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കി, വലിയ വലിയ മനുഷ്യന്മാരും അവരുടെ കാര്യമാണ് ഈ പറയണേ. ഇന്ന അശദ്ദന്നാസി ബലാൻ അൽ അംബിയ, ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ലോകത്ത് അമ്പിയാക്കൾക്കാണ് ഉണ്ടാവുക. അതാ ഇന്ന അശദ്ദന്നാസി ബലാൻ അൽ അംബിയ സുമ്മൽ അംസലു, പിന്നെ ഏറ്റവും നല്ലവർക്ക് ഫൽ അംസൽ, പിന്നെ ഏറ്റവും നല്ലവർക്ക്. അപ്പൊ ഇവിടെയൊക്കെ വലിയ നിയമത്തിന്റെ കാര്യമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ റബ്ബിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ശിക്ഷകൾ എന്ന രൂപത്തിൽ കാണാവുന്നത് അത് രണ്ട് നിലക്ക്. സത്യവിശ്വാസികൾക്ക് അതിൻ്റെ നേരെയുള്ള കൃത്യമായ നിലപാടുണ്ടെങ്കിൽ അതുകൊണ്ട് കിട്ടുന്നത് വലിയ പ്രതിഫലം, സ്വർഗത്തിൽ പദവി വർദ്ധിക്കുക, അതാണ് ഉണ്ടാവുക. അതിനെതിരെ അസ്വസ്ഥത കാണിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞാൽ പിന്നെ ഒരു കുറ്റമാണ് കിട്ടുക. അപ്പൊ ഇത് നമ്മൾ മറക്കരുത് നിർത്തി. എപ്പോഴാണ് ചെറിയൊരു ഇനിയിപ്പോൾ എന്തുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ഒരാളെ കാല് നിലത്തൊന്ന് കുത്തിയത്, അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരണ്ടേ അതെൻ്റെ ജീവിതത്തിൽ വന്ന എൻ്റെ തിന്മ അള്ളാഹ് ഒഴിവാക്കാനായിരിക്കും, പിന്നെ സഹിച്ചാൽ അതിൻ്റെ കൂലി വേറെ കിട്ടും. ഈ രൂപത്തിൽ ഇങ്ങനെ ചിന്തിക്കണം, എപ്പോഴും ദീനോട് ഒപ്പിച്ച് ചിന്തിച്ച് നമുക്ക് പോകാൻ കഴിയണം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്കൊക്കെ ഖൈറാണ്, മോമിന്റെ കാര്യം ഒക്കെ ഖൈറാണ്. നന്മ വന്നാൽ അവനെന്ത് ചെയ്യും? നന്ദി കാണിക്കും. അവരെ തിന്മയും വന്നാലോ സഹിക്കും. രണ്ടും അവന് പ്രതിഫലമാണ്. ഇങ്ങനെയാണ് ആയിരിക്കണം യഥാർത്ഥ മോമിൻ. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നിങ്ങൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അതിന് നേരെന്താ? അനുഗ്രഹങ്ങളാണ്. ഇതും രണ്ട് നിലക്കാണ്. അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല. എത്രയോ ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടിയ പറഞ്ഞാൽ തീരുള്ള എത്ര ഉണ്ടാവും. അനുഗ്രഹങ്ങൾ കിട്ടാത്തവരുമില്ലല്ലോ. പല രൂപത്തിൽ നിയമത്തിലാണ് പലരും.
ചിലർക്ക് ഒരുപാട് കിട്ടുന്നുണ്ടാവും, ചിലർക്ക് അത്ര ഉണ്ടാവില്ല, നാലുപേർക്കുള്ളത് തന്നെ മതിയാവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് അനുഗ്രഹങ്ങൾ കിട്ടി അവസാനം പ്രതിസന്ധിയൊക്കെ ആവലുണ്ട്. ഏതായാലും നിയമത്ത് കിട്ടുക, അനുഗ്രഹങ്ങൾ കിട്ടുക എന്നുള്ള ഇതും നേരത്തെ പറഞ്ഞമായി 2 രൂപത്തിലാണ്. 2 രൂപത്തിലാണ് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള നിയമത്ത് കിട്ടുക. അതിലൊന്ന് നമ്മൾ നന്നായി പേടിക്കേണ്ട വിഷയമാണ്. രാജ്യത്ത് എന്തെന്നറിയാം, ആദ്യത്തവൻ സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവൻ ഇവിടെ ചെന്ന് കൊടുക്കുന്നതാണ്. അതാണ് നിയമത്ത്. നല്ല ആളാണ്, മോമിനാണ്, അതുപോലെ അമൽ സ്വാലിഹാത്ത് ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു ഇവിടെ അതിനുള്ള ഇവിടുന്ന് തന്നെ കൊടുക്കും. ചിലപ്പോൾ അങ്ങനെ കൊടുക്കുമല്ലോ സൽക്കർമ്മങ്ങൾ ചെയ്താൽ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ വഹുവ മുഅ്മിൻ, അങ്ങനെ മുഅ്മിനായി അവസ്ഥയെ സത്യവിശ്വാസിയായിരിക്കുമ്പോൾ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവൻ നല്ല ജീവിതം നമ്മൾ അവന് കൊടുക്കും, നല്ല ജീവിതം ഇവിടെ തന്നെ കൊടുക്കും. പിന്നെ വല നജിസിയന്നഹു അജ്റഹു എന്നാണ് പിന്നെ പരലോകത്ത് കൊടുക്കുന്ന വേറെയും പറഞ്ഞു. അപ്പോൾ നന്നായി ജീവിച്ചാൽ ഇവിടെ തന്നെ കൊടുക്കും. അങ്ങനെയുണ്ട്. ചില നേരത്തെ പറഞ്ഞില്ലേ, ചില തടഞ്ഞു വെക്കണത് അവന് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ചില ഇവിടെ തന്നെ കൊടുക്കും. ഒരുപാട് കൊടുത്തവരുണ്ട്. നമ്മുടെ പ്രവാചകന് ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ സൈന്യങ്ങൾ പോലും പക്ഷികളും അതുപോലെ പിശാചുക്കളും പിന്നെ അദ്ദേഹത്തിന്റെ വാഹനം കാറ്റ് പലതും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ചിലപ്പോൾ കൊടുക്കും. അപ്പൊ അത്രയൊന്നും ഇല്ലെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് ഇവിടെ അനുഗ്രഹം അള്ളാഹ് കിട്ടി. എത്രയോ നല്ലവർ പറയുന്നുണ്ട്, അള്ളാഹ് തന്നു, അള്ളാഹു എനിക്കത് തന്നു, പലരും പരീക്ഷ എനിക്കിത് കിട്ടി ഒക്കെ പറയുന്നുണ്ടല്ലോ. നമ്മളൊക്കെ തന്നെ അതിന്റെ സാക്ഷികളാണ്. അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകും. അപ്പൊ അത് ഒന്നാണ് ഇവിടെ വെച്ച് കിട്ടുന്നത്. അത് ഒരുപാട് കൊടുക്കും ചിലപ്പം. അതൊക്കെ 1-10 പരലോകത്ത് കിട്ടുന്ന 1-10, 700 ഇരട്ടിയാവും. പിന്നെ അത് കൂടും. സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് വലിയ 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 ഓഫറുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണേ. പരലോകത്ത് കിട്ടുന്നത് ഇവിടെ കിട്ടുന്നതും ഉണ്ട്. എന്ന് ഞാൻ വളരെ ചുരുക്കി പറയാം. എന്നാൽ ചില അനുഗ്രഹങ്ങൾ പേടിക്കണം. എന്താണെന്നറിയോ, മോശപ്പെട്ട ആള് ഈ പറഞ്ഞ നല്ല സ്വഭാവമല്ലോ, തിന്മകൾ ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് അവൻ അള്ളാഹ് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. വാസ്തവത്തിൽ അതാണ് പേടിക്കേണ്ടത്. അതിന് ഇസ്തിദ്റാജ് എന്നാണ് അറബി പറയുക. ഇസ്തിദ്റാജ് എന്താണെന്നറിയോ, ഇസ്തിദ്റാജ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? അള്ളാഹു തന്ത്രപരമായ അവസാന സാവകാശം കൊടുത്തിട്ട് അവസാനം പിടിക്കുന്ന പറഞ്ഞു. അവസാനം പിടിക്കും. ചില വിചാരിക്കും അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു വേണ്ട, അല്ലെങ്കിലും ഉഷാറല്ലേ, പിന്നെ കുറെ ദീനനുസരിച്ച് ജീവിച്ചോൽക്കൊന്നും അത്ര കാര്യമായിട്ടൊന്നുമില്ല, എനിക്ക് അത്രയൊന്നും ദീനനുസരിച്ച് ജീവിക്കാഞ്ഞിട്ടും അവളിങ്ങനെ തരുന്നുണ്ട്, എൻ്റെ ബിസിനസ് വളരെ ഉഷാറാവുന്നുണ്ട്, നല്ല വരുമാനമുണ്ട്, ഒരുപാട് മക്കള്, അത് ഉഷാറൊക്കെ ഉഷാറ്, ഇങ്ങനെ പറഞ്ഞു പോകും ചില ആൾക്കാർ. വാസ്തവത്തിൽ അതെന്താന്നറിയങ്ങള് അള്ളാഹുവിന് കൊടുക്കുന്ന നിയമത്തല്ലത്. അതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയാം. പെട്ടെന്ന് പിടിക്കും, ഇങ്ങനെ നീട്ടിട്ട് കൊടുക്കാൻ. അതിനെപ്പറ്റി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇദാ റഅയ്തല്ലാഹ യൂത്തിൽ അബ്ദ മിനദ് ദുനിയ, ഒരടിമക്ക് അള്ളാഹ് ദുനിയാവ് ഇങ്ങനെ കൊടുക്കുന്നത് നീ കണ്ടു എന്ന് വെക്കുക. എല്ലാം ആശി, ആള് തിന്മ ചെയ്യുന്ന ആളാ, പക്ഷെ അവന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. എന്നാ ഫഇന്നമാഹു ഇസ്തിദ്റാജുൻ, നീ അത് മനസ്സിലാക്കണം, അള്ളാഹ് കൊടുക്കുന്ന നിയമത്തല്ല, അത് ഇസ്തിദ്റാജാണ്. തന്ത്രപൂർവ്വം അവനെ എപ്പോഴാ പിടികൂടാന്ന് അറിഞ്ഞുകൂടാ, അവൻ പേടിക്കണം. സുമ്മതര, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്തു. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി, ഏതൊക്കെ കാര്യമാണ് അവർ ഓർമ്മപ്പെടുത്തിയത് അതൊക്കെ അവർ മറന്നു ജീവിച്ചപ്പോൾ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ ഖൈറിന്റെയും വാതിലുകൾ നമ്മളാണ് തുറന്നു കൊടുത്തു. സുഭിക്ഷമായ അനുഗ്രഹങ്ങളാണ് കൊടുത്തു എന്ന് പറയണം. ഹത്തായിദാ ഫരിഹു മിമ്മാ ഊതു, അങ്ങനെ അത് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇവരൊക്കെ ദീനനുസരിച്ച് ജീവിച്ചോട്ടെ. ഏത് കാലത്ത് അവര് നമ്മൾ തോന്നിയമാര് ജീവിച്ചിട്ട് ഭയങ്കര ദുനിയാവ് ഇങ്ങനെ കിട്ടുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അഹദിനാവുമ്പോൾ പെട്ടെന്ന് നമ്മളവരാണ് പിടിക്കും എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. ചിലർ പെട്ടെന്ന് അവരെ പിടികൂടും.
അപ്പൊ അത് നബി തിരുമേനി ഇത് പറഞ്ഞിട്ട് ഓതിയ വചനമാണിത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓതിയ ആയത്തും കൂടി പറയാം. സനസ്തദ്രിജുഹും, അവരെ ഞാൻ അവസാനം പിടികൂടും. മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാത്ത രൂപത്തിൽ. വംലിയിലും അവർക്ക് ഞാൻ ഇങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ്. എത്ര തിന്മകളോ ഇത് വെച്ചിട്ട് കണ്ടമാനം ചെയ്തോട്ടെ, അവസാനം ഒന്നിച്ചിട്ട് പിടികൂടാനാണ്. അപ്പൊ നിയമത്തിന്റെ രണ്ട് തരമുണ്ട്, ശിക്ഷകൾ രണ്ട് തരം എന്ന് പറഞ്ഞാല്. ഇതുപോലെ റബ്ബിന്റെ ഭാഗത്തുള്ള നിയമത്തെ രണ്ട് തരം. ചിലക്ക് ഇഷ്ടം പോലെ കിട്ടുമ്പോൾ അത് ഞാൻ ഉഷാറാണ്, മുമ്പ് കാറൂന്റെ മാതിരി ഇതൊക്കെ എന്റെ അധ്വാനം, ഞാൻ ഭയങ്കര ഉഷാറ്, പിന്നെ സ്വന്തത്തെ പറ്റി മതിപ്പ് കൂടി അങ്ങനെ പോയപ്പം ഓനോരോ കൊട്ടാരത്തിയുള്ള ഭൂമിയിലേക്ക് താഴ്ത്തി എന്ന് പറഞ്ഞാലേ. ഇതുപോലെ ചിലപ്പം റബ്ബിന്റെ ശിക്ഷ പിടികൂടും. കണ്ടമാനം തിന്മ ചെയ്തിട്ട് ആരും അറിയണില്ല, എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. എപ്പോഴും അതാണ് വഷളാക്കും. ഓന്റെ തിന്മ പരസ്യേണ്ടി പറഞ്ഞാൽ എത്ര മുകളാണ് താഴേക്കൊണ്ട് വീഴുവാനും ഒന്നിനും പറ്റൂല. ആൾക്കാരുടെ മുമ്പിൽ തലവരുന്ന് നടക്കാൻ പറ്റാത്ത പോലെ വഷളാക്കും. ഇതിനൊക്കെ പലതും സംഭവിക്കും. അപ്പൊ നമ്മൾ നല്ല ജാഗ്രതയിൽ ജീവിക്കണം എന്നതൊക്കെ പറയുന്നത്. പുറക്കത്ത് പറഞ്ഞ ഹദീസ് ഒന്നുകൂടി പറയാം. അജബല്ലി അംറിൽ മുഅ്മിൻ, സത്യവിശ്വാസിന്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറകുല്ലഹു, അവന്റെ കാര്യമൊക്കെ ഖൈറാണ് മുഅ്മിനാണെങ്കിൽ. ഇന്ന സാബത്തു സർറാഉ ശക്കർ, നല്ല കാര്യം കിട്ടിയാൽ അവൻ നന്ദി കാണിക്കും. എത്ര നല്ല കാര്യം കിട്ടിയാലും. സുലൈമാൻ നബിനെ പറ്റി പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ യമനിൽ നിന്ന് സിംഹാസനം മുമ്പിലുണ്ടെത്തിയപ്പോൾ കണ്ണ് തുറന്ന് അടക്കുന്ന സമയത്തിന്റെ ഇടയിലാണ് സിംഹാസനം അന്യനാട്ടിൽ നിന്ന് ഇവിടെ എത്തിയത്. ആ നേരം ഉടനെ പറയണം അദ്ദേഹം, ഉടനെ മനസ്സിൽ വന്നു ഹാദാമിൻ ഫദിൽ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫദിൽപ്പെട്ടത്, അല്ലാതെ എന്റെ കഴിവല്ല, ഞാൻ എങ്ങനെയുണ്ടെന്നല്ല. ലിയബുലുവാനി അഷ്കുറൻ അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് അള്ള നോക്കാൻ എന്നെങ്ങനെ പരീക്ഷിക്കുകയാണ്. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നല്ല മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ഇനിയോ വൈ നസാബത്തുൽ അറാവ് ശക്കർ, വല്ല ദുരിതവും ബാധിച്ചാൽ ഉടനെ നന്ദി കാണിക്കും. കാരണം അവർക്കറിയാം ഇതെന്റെ ഹൈറിന് വേണ്ടി അള്ള തരുന്നതാണ്. ഇതായിരിക്കണം സത്യവിശ്വാസികൾ. അള്ളാഹു ആ രൂപത്തിലുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രതിസന്ധികളുടെ നേരെ ഇസ്ലാം പറയുന്ന രൂപത്തിലുള്ള വീക്ഷണം വെച്ച് പുലർത്തുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين.